എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എനിക്ക് അവരവരുടെ അമ്മയും അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. അരുണിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു, ഞാൻ അന്നൊരു ചരക്കായിരുന്നു, ഇന്ന് ഞാൻ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ദിയ കൃഷ്ണയാണ് ടോപ്പിക്. കുറച്ച് ആളുകൾ ഇതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വുമൻസ് ഡേ ആണ് പുള്ളിക്കാരി എടുത്തേക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ തൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ലഞ്ച് കഴിക്കാൻ പോകുന്നൊരു വ്ളോഗായിരുന്നു അത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ അച്ഛൻ്റെ അമ്മയുടെയും ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലെന്ന് നിരന്തരമായിട്ട് ആളുകളുടെ ചോദ്യം. ഒപ്പം തന്നെ എന്തുകൊണ്ട് ഹസ്ബൻഡിൻ്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നില്ല എന്ന് പുള്ളിക്കാരി പറഞ്ഞതിൻ്റെ ഈ രണ്ട് സംഭവങ്ങളാണ് നമ്മുടെ ഇവിടെ സംസാരിക്കുന്നത്. എന്താണെങ്കിലും പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അശ്വിന്റെ ഫാമിലി ഓമിനെ കാണാറില്ലേ, ടൈം സ്പെൻഡ് ചെയ്യാറില്ലേ എന്നൊക്കെ എന്റെ ബ്ലോഗിന്റെ അടിയിലൊക്കെ എന്റെ എന്റെ അമ്മയുടെ ബ്ലോഗിന്റെ അടിയിലൊക്കെ കമന്റ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഫാമിലിയിലെ എല്ലാവരും ബ്ലോഗ് എടുക്കുന്നവരാണ്. എല്ലാവരും സോഷ്യൽ മീഡിയക്കകത്ത് ഭയങ്കര ആക്റ്റീവാണ്, നല്ല ആക്റ്റീവാണ്. പക്ഷെ അശ്വിന്റെ ഫാമിലി ഒബ്വിയസ്ലി അയാളുടെ വീട്ടിൽ അയാളുടെ ചേട്ടനും ചേച്ചിയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിലും ആരും ഒട്ടും ആക്റ്റീവ് അല്ല. അയാളുടെ അച്ഛനും അമ്മയും സോഷ്യൽ മീഡിയയിലേ ഇല്ല. അവർ ആ പരിസരത്ത് പോലും ഇല്ലാത്തവരാണ്. അവർക്ക് അവരുടേതായ വേറെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മളാണ് ഞാനും എന്റെ ഫാമിലി അഫ്കോഴ്സ് നമ്മൾ വർഷങ്ങളായിട്ട് മീഡിയയിലുള്ളവരാണ്, സോഷ്യൽ മീഡിയയിൽ കിടന്നിങ്ങനെ കറങ്ങുന്നവരാണ്. അപ്പൊ നമ്മൾ നമ്മുടെ പല കാര്യങ്ങളും ലൈഫ് നടക്കുന്ന അപ്ഡേറ്റ്സ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കാറുണ്ട്. അപ്പൊ അശ്വിന്റെ വീട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ കൂടെ എവിടെയെങ്കിലും പോകുമ്പോഴോ നമ്മളായിട്ട് ഇപ്പൊ വ്ളോഗ് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ആരും അറിയത്തില്ല. ഒബ്വിയസ്ലി അവരാരും എടുത്തവർ വ്ളോഗ് ഇടാനും പോകുന്നില്ല. അവരങ്ങനെ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. അപ്പൊ അങ്ങനെ കുറെ പേരെ അറിയാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ പലപ്പോഴും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ വ്ളോഗ് എടുത്ത് കാണിക്കുമ്പോഴാണ് നിങ്ങളെങ്കിലും കാണുന്നത് അശ്വിന്റെ ഫാമിലി വ്ളോഗിനകത്ത്. അപ്പൊ ദാറ്റ് ഡസന്റ് മീൻ വി ഡോണ്ട് സ്പെൻഡ് ടൈം വിത്ത് ദം ഓർ ദേ ഡോണ്ട് സ്പെൻഡ് ടൈം വിത്ത് ദ ബേബി. എല്ലാവർക്കും അവരുടേതായ ടൈം ബേബിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടും. പിന്നെ ഒബ്വിയസ്ലി ഞാൻ ലഞ്ച് കഴിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ഒന്ന് കുളിക്കാനോ എനിക്ക് എന്റെ കംഫർട്ടിനായിട്ട് ഞാൻ പോകുന്നത് ഒബ്വിയസ്ലി എന്റെ വീട്ടിലായിരിക്കുമല്ലോ. ഞാൻ ഒരിക്കലും എന്റെ കംഫർട്ടിന് വേണ്ടിയിട്ട് അശ്വിന്റെ വീട്ടിലോ വേറെ ആളുടെ വീട്ടിലോ ഞാൻ പോകത്തില്ല. ഞാൻ എന്റെ കംഫർട്ട് എന്റെ സ്വന്തം വീട്ടുകാരുടെ അടുത്തല്ലേ ഞാൻ പോകത്തുള്ളൂ. അപ്പൊ ഞാൻ പോകുന്ന സ്ഥലത്തല്ലേ തൽക്കാലം ഓമിയെ കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ. ഓമി ഈസ് എ സ്മോൾ ബേബി, ഹീസ് ഓൺലി 10 months old. അപ്പൊ അവനൊരു 10 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, എനിക്കിപ്പോ അശ്വിന്റെ കൂടെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാം. എനിക്ക് അത്രയും സന്തോഷം. അശ്വിന്റെ കൂടെ എവിടെയാന്ന് വെച്ചാൽ പൊക്കോന്ന് എനിക്ക് പറയാം, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോ അവിടെ ഓമി ഹാസ് ടു കം വിത്ത് മീ ബിക്കോസ് അവൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു ബേബിയാണ്. അപ്പൊ അവനെ ഒബ്വിയസ്ലി നമുക്ക് വേറെ എവിടെയും വിട്ടിട്ട് എനിക്ക് എന്റെ വീട്ടിൽ പോയി ഇരിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോ അതാണ്. എന്നാലും ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ അപ്പുറത്തോട്ട് പോകാം കേട്ടോ. ഇനിയാണ് ഈ വീഡിയോയുടെ മെയിൻ പോസ്റ്റിലോട്ട് നമ്മൾ പോകുന്നത്. നമുക്ക് കേൾക്കാം. പിന്നെ കുറെ പേര് അഫ്കോഴ്സ് ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നേ, അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഒരാളെ അമ്മ എന്ന് വിളിക്കണോ ആന്റി എന്ന് വിളിക്കണമെന്നുള്ള പേഴ്സണൽ ചോയ്സ് ആണ് എന്ത് വിളിക്കണം എന്നുള്ളത്. പക്ഷേ ഇത് കഴിഞ്ഞ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ ഈസ് സോ ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നതില്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. വഴി നിൽക്കുന്ന എല്ലാവരെയും അച്ഛനെ അമ്മ അച്ഛമ്മ എന്ന് വിളിക്കാറില്ല. വഴി നിൽക്കുന്ന ആളാണോ അത്? അങ്ങനെയെങ്കിൽ ആ വഴി നിൽക്കുന്ന ആളുടെ മകനെയാണ് നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്നത്. വഴി നിൽക്കുന്ന ആളാ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവരെയും അമ്മ എന്ന് വിളിക്കണമെന്ന് നിർബന്ധമോ കാര്യങ്ങളോ അതൊക്കെ ഈ പറഞ്ഞവരെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് സ്വന്തം ഭർത്താവിന്റെ അച്ഛനമ്മ വഴി നിൽക്കുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം. അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണോ എന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല. കാരണം സ്വന്തം അച്ഛനെയും അമ്മേനെയും സ്വന്തം ഭർത്താവ് വന്നിട്ട് അമ്മ അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ തനിക്ക് എന്താ പ്രാന്താണോ എന്ന് ചോദിക്കുന്നത്. അല്ല, അതും ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പൊ ഇങ്ങനെ പ്രാന്താണോന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഒരു സാധനം പറയുന്നതിന് നാട്ടുകാർക്ക് ചോദിച്ചാൽ പോലെ നിങ്ങൾക്ക് എന്ത് പ്രാന്താണോ, വഴി നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെയാണോ പറയേണ്ടതെന്ന് നാട്ടുകാർക്ക് ചോദിച്ചുകൂടെ? കിട്ടൂല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റിന്നുമാണ്. പക്ഷെ അത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്ന് കരുതിയിട്ട് പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് വഴി നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കയറിയിട്ട് അച്ഛാമ്മ എന്ന് വിളിക്കേണ്ട എന്റെ ആവശ്യമില്ല എന്ന് പുള്ളി അവിടെ പറഞ്ഞിട്ടില്ല. അതുകൂടെ ആലോചിക്കണം. അവരവരുടെ അമ്മയും അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. അതെന്നെ വർത്താനം നിങ്ങളെ പറഞ്ഞത്. ഉള്ളവരെ അവരവരുടെ അച്ഛനമ്മയെ വിളിച്ചോളൂ, ഇല്ലാത്തവരെ വേണമെങ്കിൽ പോയി വിളിച്ചോളൂ.
നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ വീഡിയോസ് കാണുന്നവരുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഈ പറയുന്ന എല്ലാ ആളുകൾക്കും അച്ഛനമ്മമാരുണ്ടാവണമെന്നില്ല. പലരുടെയും മരണപ്പെട്ടു പോയി നഷ്ടപ്പെട്ടേക്കുന്ന അങ്ങനെ പലരുടെയും ലൈഫിൽ അങ്ങനെ ഉണ്ട്. അപ്പം അങ്ങനെ ഇല്ലാത്ത ആൾക്കാർ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വിളിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അതൊക്കെ ഭയങ്കര മോശമല്ലേ? അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? എനിവേസ് എന്താടാ ഓക്കെ. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ നാളെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവനോട് ചോദിക്കും, അപ്പൊ ഞാൻ ആരെന്ന് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കും. എനിക്കിപ്പോ ഓമി വേറൊരാളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എന്തിന്? ഓമി ആളുടെ ഇഷ്ടത്തിന് ഒരാളെ അല്ലേ പോയി അമ്മ എന്നൊക്കെ വിളിക്കണത്. അത് നിങ്ങൾക്ക് എന്തിനു സ്ട്രെസ് തോന്നേണ്ട ആവശ്യം? എനിക്കിത് മനസ്സിലാവുന്നില്ല. ഇപ്പം നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്, അമ്മ എന്ന് വിളിക്കണോ അച്ഛൻ എന്ന് വിളിക്കണോ അല്ലെ ആൻറ്റി എന്ന് വിളിക്കണോ ഓരോരുത്തർ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കതാവാം, പക്ഷേ സ്വന്തം കുഞ്ഞിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല വേറെ ആരെങ്കിലും കയറി അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്ട്രെസ് ആവും. അതൊക്കെ ഭയങ്കര നിങ്ങൾ എന്താണ് ഈ പറയുക? എനിക്ക് മനസ്സിലാവണില്ല, സീരിയസ്ലി മനസ്സിലാവണില്ല. നിങ്ങൾക്ക് ഇത്തരത്തിൽ മറ്റൊരാളുടെ ഇപ്പം മറ്റൊരാൾ എന്ന് പറയുമ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ അച്ഛനമ്മയെ വഴി നിൽക്കുന്ന ആൾക്കാരെ പോലെ എന്ന് പറയുന്നത്, എന്നിട്ട് എനിക്ക് അവരെ അച്ഛൻ അമ്മ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ താല്പര്യം ഇഷ്ടമാണെന്ന് പറയുന്നു. അതിനെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ വഴി നിൽക്കുന്ന ആൾക്കാരെന്ന് പറയേണ്ട ഒരു ആവശ്യകതയാണ് ഇത് ഭയങ്കര ഓക്വേർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒപ്പം തന്നെ സ്വന്തം കുഞ്ഞിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കിന് അവനത് പോയി മറ്റൊരാളെ അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവുന്നു. എന്തൊക്കെയാ പറയണേ? എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി, വേറെ ആരെയും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ അശ്വിന്റെ അമ്മയ്ക്കായാലും എന്റെ അമ്മയ്ക്കായാലും എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കത്തില്ല ഇഷ്ടം. എല്ലാരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. അത് ശരിയാ, എല്ലാവർക്കും അമ്മയെന്ന് വിളിക്കാനെ കൊണ്ട് കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. അത് ശരിയാണ്. കമന്റ് ബോക്സിൽ ആൾക്കാർ അതെടുത്ത് വെച്ച് തൂക്കിയിട്ടുണ്ട്, നല്ല രീതിയിൽ തൂക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കമന്റ്സ് ഇങ്ങോട്ടൊന്ന് വായിക്കാം. അമ്മായിയമ്മയെ അമ്മായി അച്ഛനെയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് വിളിച്ചോട്ടെ. കുറെ എണ്ണമുണ്ട് ദിയയുടെ അമ്മയെ സിന്ധു അമ്മയെ എന്നും പറഞ്ഞ് കമന്റ് ഇടുന്നത്. ദിയ പറഞ്ഞത് ശരിയാ, വഴിയിൽ കൂടെ ഒക്കെ പോണവരെ അമ്മ എന്ന് വിളിക്കാൻ എന്തിനു പോകുന്നു? ചാനലിൽ കണ്ട സിന്ധു കൃഷ്ണയൊക്കെ അവർക്ക് എങ്ങനെ അമ്മയാവും? എല്ലാവരും കൂടെ വന്നിട്ട് അമ്മയെ എന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. ഈ ഒരു കമന്റിന് മാത്രം കിട്ടിക്കുന്ന 1.2K ലൈക്കാണ്. ഓക്കെ. എന്നിട്ട് മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കില്ലല്ലോ, അത്ഭുതപ്പെടാനില്ല. അശ്വിൻ്റെ അമ്മ നല്ലൊരു ഹമ്പിൾ ലേഡി, ഷീസ് എ ജം. ആ വഴിയിൽ നിൽക്കുന്ന സ്ത്രീ പ്രസവിച്ച മോൻ അശ്വിൻ, അതാണ് ഇപ്പോൾ നിന്റെ ഭർത്താവ്, അത് മറക്കരുത്. എഡ്യൂക്കേഷൻ ഈസ് ബ്ലാങ്ക് ചെക്ക്, കോപ്പി അടിച്ച് പാസ്സായവർക്ക് മനസ്സിലാകില്ല. മറ്റവൻ എന്തായാലും ഓടി രക്ഷപ്പെട്ടു, അശ്വിൻ വിട്ടുപോയി. കാവിലെ സിന്ധു അമ്മ പെൺമക്കളെ വളരെ നല്ല രീതിയിലാണ് വളർത്തി വലുതാക്കി ഏറിൽ വിടുന്നത്. പിന്നെ ഇനിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. അടിപൊളി, ഗ്രേറ്റ് വേർഡ്സ് ഫ്രം എ സോ കോൾഡ് ഇൻഫ്ലുവൻസർ. അങ്ങനെ ഒരു അവസ്ഥ ദിയയ്ക്ക് വരാതിരിക്കട്ടെ. അൺസബ്സ്ക്രൈബ്ഡ് റൈറ്റ് ഓവർ ദെയർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഈ ടൈം സ്റ്റാമ്പ് ചെയ്തേക്കുന്ന മറ്റേ അച്ഛനമ്മമാരുള്ളവർ നിങ്ങളുടെ സ്വന്തം അച്ഛനമ്മയെ വിളിച്ചോളൂ, ഇതില്ലാത്തവർ പോയിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ളവരെ വിളിച്ചോളൂ എന്ന് പറഞ്ഞേക്കുന്ന ഒരു സംഭവത്തിലാണ്. ഇതാണ് പറഞ്ഞത്. അത് പലർക്കും ഹേർട്ടാവും, ഒരിക്കലും അത് പറയാൻ പാടില്ല, അത് മോശമാണ്. ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിലല്ല, ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മളത് പറയുമ്പോഴത്തേക്കിന് പല ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും, അത് സങ്കടം ഉണ്ടാക്കും. കാര്യം നമ്മളിപ്പോൾ ഈ വീഡിയോ കാണാൻ നിങ്ങളാണെങ്കിൽ സ്വന്തം അമ്മയെ മാത്രമല്ലല്ലോ അമ്മ എന്ന് വിളിക്കണത്, നിങ്ങൾ ചുറ്റും കാണുന്ന ഫ്രണ്ട്സിൻ്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കാറില്ലേ? നമ്മൾ വിളിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കിന് അതിന് പല ആളുകൾക്കും നമ്മുടെ ആണെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിൽ അച്ഛൻ ഇല്ലാത്ത ആളുകൾ, അമ്മയില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്, മരണപ്പെട്ടു പോയിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ സങ്കടങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് അത് ഹേർട്ടാവും. ഇപ്പം നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പം ഈ ഇടയ്ക്കാണ് ഞങ്ങളുടെ അടുത്ത് ഇവൻ ഭയങ്കര ഓപ്പണപ്പായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അന്ന് ആ സംസാരിക്കുന്ന ടൈമിൽ ഇവനിത് പറഞ്ഞ് അവൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് ഭയങ്കര സങ്കടം വന്നിട്ട് എൻ്റെ അടുത്ത് ഇതുപോലെ പറയാണ്, നമ്മുടെയൊക്കെ വീട്ടിൽ വന്നിട്ട്, നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട്, അപ്പോൾ ആ വീട്ടിലൊക്കെ വന്നിട്ട് എടാ നിങ്ങളുടെ അമ്മേനെ അമ്മ എന്നൊക്കെ വിളിച്ചോട്ടെ എന്ന് അവൻ അങ്ങനെ വിളിച്ചോട്ടെ എന്നുള്ള എടുത്ത് ചോദിക്കണം. ആക്ച്വലി അങ്ങനെ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളുടെ അമ്മമാരെയൊക്കെ അമ്മ എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ അവനത് എടുത്ത് ചോദിക്കേണ്ട ആവശ്യകതയില്ല. പക്ഷെ അവൻ എടുത്ത് ചോദിച്ചത് അവൻ്റെ ഉള്ളിൽ സ്വന്തം അമ്മ നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു വേദന അവന് സഹിക്കാൻ കഴിയാതെ അവൻ്റെ കണ്ണ് നിറഞ്ഞ് അവൻ വേറൊരു മാനസികാവസ്ഥയിലായി പോയതാണ്. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പം ദിയാകൃഷ്ണൻ ഈ പറഞ്ഞ സംഭവമൊക്കെ കേൾക്കാന്നുണ്ടെങ്കിൽ എത്രത്തോളം അവർ മെൻ്റലി തകർന്നു പോകുന്നുള്ളത് അറിയാം. സിമ്പിളായിട്ട് ജസ്റ്റ് പറഞ്ഞു പോയൊരു കാര്യമാണ് പുള്ളിക്കാരി. പക്ഷെ ഇത് പറയുമ്പോൾ ആൾക്കാർക്ക് എത്രത്തോളം ഹേർട്ടാവും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. വഴിയിൽ നിൽക്കുന്ന ഒരാൾ അത് ഒരുമാതിരിയായി പോയി അൺസബ്സ്ക്രൈബ് ചെയ്തവരുണ്ടോ വഴിയിൽ നിൽക്കുന്നവരെ എന്ന് പറയണ്ടായിരുന്നു. എല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുന്നത് നിർത്തുക, അപ്പോൾ ക്യാഷ് നിൽക്കുക, അഹങ്കാരം നിൽക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ കമന്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിവേസ് ആ ഒരു കമന്റിനുള്ള ആൻസർ ആയിട്ട് ഞാൻ തന്നതാണ്. കാരണം എപ്പോഴും ആൾക്കാരത് ഇട്ടിട്ട് വെറുപ്പിക്കുന്നുണ്ട്. കണ്ടു മടുത്തിട്ട് ഞാനൊരു ഉത്തരം തന്നേ ഉള്ളതിന്. ആൾക്കാർ അത്തരത്തിൽ കമന്റ് ഇട്ടിട്ട് വെറുപ്പിച്ചു എന്ന് പറയുമ്പോൾ തിരിച്ച് നിങ്ങൾ ഈ രീതിയിലാണോ റെസ്പോണ്ട് ചെയ്യേണ്ടത്? അതൊക്കെ
ഭയങ്കര മോശമല്ലേ? ഭയങ്കര നിങ്ങളുടെ ചോയ്സാണ് ഒരാളെ അമ്മ അച്ഛാന്ന് വിളിക്കണോ വേണ്ട എന്നുള്ളതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. അതിലൂടെ ഒരാൾക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് പബ്ലിക്കായിട്ട് നിങ്ങൾ പറയുമ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ അച്ഛനമ്മ വഴി നിൽക്കുന്ന ആൾക്കാർ എന്നൊരു പദപ്രയോഗം വരുമ്പോൾ നമുക്കതൊരു ഇതെന്തിങ്ങനെ പറയണേ നമുക്ക് തോന്നും. അതിൻ്റെ ഒപ്പം തന്നെ ഈ രീതിയിൽ പറയുമ്പോൾ ഇല്ലാത്ത ആൾക്കാർ വേണമെങ്കിൽ വിളിച്ചു, അച്ഛനമ്മ ഇല്ലാത്ത ആൾക്കാരാണ് വിളിച്ചു, ആ ഒരു രീതിയിൽ പറയുമ്പോൾ അതൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. പിന്നെ എന്താണെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഫാമിലിയിലെ ഹൻസികയാണെങ്കിലും പുള്ളിക്കാരിയാണെങ്കിലും ഏറി നിന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇനി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നിട്ടേക്കുന്ന ഒരു വീഡിയോക്കകത്ത് പുള്ളിക്കാരി പറഞ്ഞേക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. നമുക്കിനി അതുകൂടെ ഒന്ന് കാണാം. 3 വർഷം മുന്നാടി നമ്മുടെ വ്ളോഗിലുണ്ടായിരുന്നു. കാരണം നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആക്കി തന്നു അരുൺ അന്നും. അപ്പൊ ഇന്നും വയസ്സായി. അന്ന് അരുണിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. ഞാൻ അന്നൊരു ചരക്കായിരുന്നു. ഇന്ന് ഞാൻ ഓക്കെ. അപ്പൊ ലെറ്റ്സ് ബി പോസിറ്റീവ്. നമുക്ക് ഉള്ള ഇൻഡിഗോ നെഗറ്റിവിറ്റി തൽക്കാലത്തേക്ക് മറക്കാം. ഇൻഡിഗോയിൽ ഒരു ഫ്ലൈറ്റ് കയറി വന്നപ്പോഴത്തേക്കിന് ഒരു ലഗേജ് മിസ്സായി, അവർ കയറ്റി വിട്ടില്ല. അതിന്റെ പേരിൽ അതിന്റെ ഒരു നെഗിലൊക്കെ നിൽക്കുമായിരുന്നു. പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഞാൻ പണ്ട് ചാർന്നത് ചർക്കാരെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ. വകതിരിവെന്ന് പറയുന്നൊരു സാധനം ഇവറ്റോൾക്കില്ല. ഉള്ള കാര്യം പറയില്ല, ബാക്കിയൊക്കെ പോട്ടെ. വകതിരിവെന്ന് പറയുന്നൊരു സാധനം ഇല്ല. ലൈഫ് സ്റ്റൈൽ എങ്ങനത്തെയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വകതിരിവ് എന്ന് പറയുന്നൊരു സാധനം വേണ്ടേ? പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ദിയാകൃഷ്ണനൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മ എന്ന് പറയുന്ന വേർഡിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അമ്മ എന്ന് പറയുന്നത് സ്നേഹമാണ്. ഓക്കെ, ഞാനൊരു ദൈവവിശ്വാസി അല്ലെങ്കിൽ പോലും ഈ അമ്മ എന്ന് പറയുന്ന ഒരു വേർഡ് ദൈവികമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. ഓഫ് കോഴ്സ് ഈ പറയുന്ന എല്ലാവർക്കും സ്വന്തം അമ്മ തന്നെ ആയിരിക്കും ഏറ്റവും വലുത്. എങ്കിൽ എന്ന് കരുതിയിട്ട് മറ്റൊരാളെ അമ്മ എന്ന് വിളിക്കുന്ന വലിയ മഹാ അപരാധമോ കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, ഇപ്പം വഴിയെ പോകുന്നവരെ അമ്മ ഇങ്ങനെ വിളിക്കുമ്പോൾ സ്വന്തം സുഹൃത്തുക്കളുടെ അമ്മമാരെയൊക്കെ നിങ്ങൾ എത്രയോ ആളുകൾ ആൻറ്റി എന്നല്ലാതെ അമ്മ എന്ന് തന്നെ വിളിക്കാറുണ്ട് ഇല്ലേ? നമ്മൾ വിളിക്കാറുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുടെ എല്ലാ അമ്മമാരെ അമ്മ എന്ന് വിളിക്കാറുണ്ട്. അത്യാവശ്യം പ്രായമായിട്ടുള്ള ആളുകളെ, ലേഡീസിനെയൊക്കെ നമ്മൾ അമ്മ എന്ന് വിളിക്കാറുണ്ട്. റെസ്പെക്ട്ഫുൾ അല്ലാന്ന് തോന്നുന്ന ആൾക്കാരെ നമ്മൾ ഒന്നും വിളിക്കാറില്ല, വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിളിക്കും. അത് അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യമല്ല പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നിട്ട് അച്ഛനമ്മ ഇല്ലാത്ത ആൾക്കാർ വേണമെങ്കിൽ വഴി നിൽക്കുന്ന ആൾക്കാരെ വിളിച്ചു. ഇതൊക്കെ ഭയങ്കര മോശമാണ്, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്താണെങ്കിലും കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി, ബൈ.